ചെറുതും വലുതുമായ സഹായങ്ങൾ നാം നിരന്തരം സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ മുമ്പിൽ നിരസിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ നേട്ടത്തിനായി ദൈവത്തിനു മുന്നിൽ നാം നിരന്തരം മുട്ടി വിളിക്കുന്നു. ഈ വൈരുദ്ധ്യമാണ് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നത്. ആരെയാണ് നാം സഹായിക്കേണ്ടത് എന്ന വലിയ ചോദ്യത്തിന് ഈ കഥ ഉത്തരം നൽകുന്നു. ഒരു അവധി ദിവസം ഒരാൾ തൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാനായി കാറിൽ യാത്ര ചെയ്യുകയാണ്. കൂടെ അദ്ദേഹത്തിന് മകനുമുണ്ട്. കാർ വിജനമായ നല്ല കയറ്റവും ഇറക്കമുള്ള മലമ്പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസരങ്ങളിൽ വീടോ റോഡിൽ മറ്റു വാഹനങ്ങളോ ഇല്ല. പെട്ടെന്ന് ആകാശം മേഘാവൃതമായി തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും കനത്ത മഴ പെയ്യാനുള്ള തുടക്കങ്ങൾ. വഴിയിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റിൽ ഇലകളും ഉണങ്ങിയ മരക്കമ്പുകളും പൊട്ടി വീണുകൊണ്ടിരിക്കുക. അവർ മുന്നോട്ട് സഞ്ചരിക്കവേ വഴിയിൽ നിന്ന് ഒരു വൃദ്ധൻ കാറിന് നേരെ കൈ കാണിച്ചു. ചുമലിൽ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും ചുമന്ന് വൃദ്ധൻ കാർ നിർത്തുന്നതും പ്രതീക്ഷിച്ച് നിൽപ്പായി. ശക്തമായ കാറ്റും മഴയും പെയ്താൽ വൃദ്ധനെ കയറി നിൽക്കാൻ ഒരിടവും ആ പരിസരത്തൊന്നുമില്ലായിരുന്നു. ആ അവസ്ഥയിൽ ഒരു കാർ വന്നതിൽ അയാൾ സന്തോഷിക്കുന്നതായി അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. പക്ഷേ ആ കാർ വൃദ്ധന് മുന്നിൽ അയാൾ നിർത്തിയില്ല. ഒരു അപരിചിതനെ, അതും അപരിചിതമായ ഒരു സ്ഥലത്ത് വെച്ച് കയറ്റുന്നതിൽ അയാൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. മകൻ പറഞ്ഞു, അച്ഛാ, നല്ല മഴ പെയ്യും, അയാളുടെ സാധനങ്ങൾ നനയും, മാത്രമല്ല അയാൾ പ്രായമായ ഒരാളുമാണ്, നമ്മുടെ കാറിലാണെങ്കിൽ സ്ഥലമുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു, വേണ്ട, അപരിചിതരെ കയറ്റുന്നത് നല്ലതല്ല. അങ്ങനെ അവർ കാർ ഓടിച്ച് മുന്നോട്ട് പോയി. പെട്ടെന്ന് തന്നെ ശക്തമായ കാറ്റിനൊപ്പം പേമാരിയും തകർത്ത് പെയ്തു. ആ മഴയിലൂടെ അവർ സഞ്ചരിച്ച് അവരുടെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. കുറേ നേരം സുഹൃത്തിൻ്റെ വീട്ടിൽ ചെലവഴിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തി അച്ഛനും അമ്മയും മടങ്ങി. മഴ തെല്ലെന്ന് ശമിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ചാറ്റൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അവർ വന്ന വഴിയിലൂടെ മടക്കം ആരംഭിച്ചു. അപ്പോഴും വഴി വിജനമായിരുന്നു. ഒരു മനുഷ്യനെയോ വാഹനത്തെയോ റോഡ് കാണാനേയില്ല. കുറച്ചു ദൂരം കൂടി അവർ മുന്നോട്ട് പോയപ്പോൾ നേരത്തെ ലിഫ്റ്റ് ചോദിച്ച ആ വൃദ്ധൻ ഒരു മരച്ചോട്ടിൽ നനഞ്ഞ് കുതിർന്ന് വിറച്ചു നിൽക്കുന്നു. വൃദ്ധൻ്റെ ചുമലിലുള്ള സാധനങ്ങൾ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. അയാൾ ദയനീയമായി കാറിലുള്ളവർക്ക് നേരെ നോക്കി. നേരത്തെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയവരാണെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. വൃദ്ധൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ അയാൾക്ക് ജാള്യതയും അതുപോലെ ഒരു കുറ്റബോധവും തോന്നി. വൃദ്ധനെ ഒന്നുകൂടി നോക്കി അവർ മുന്നോട്ട് നീങ്ങി. മകൻ പറഞ്ഞു, അച്ഛാ, അയാളെ നമ്മൾ നേരത്തെ സഹായിച്ചില്ല, ഇപ്പോഴെങ്കിലും കാർ തിരിച്ച് അയാളെ പോകേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്താലോ? അച്ഛൻ പറഞ്ഞു, വേണ്ട, അങ്ങനെയൊക്കെ നോക്കിയാൽ അതിനൊക്കെ തന്നെ സമയമുണ്ടാവൂ. അവർ വീണ്ടും മുന്നോട്ട് കുതിച്ചു. വീണ്ടും ശക്തമായ മഴ പെയ്തു. കനത്ത പേമാരയിൽ അയാളുടെ കാറിൻ്റെ ഉള്ളിലേക്ക് ഡോർ ബീഡിങ്ങുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി. റൂഫിൽ പലയിടത്തു നിന്നും തുള്ളി തുള്ളിയായി വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുന്നു. മകൻ്റെ തലയിലേക്കും വെള്ളം ഇറ്റി വീണപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ, നമ്മുടെ പഴയ ഈ കാർ വല്ലാതെ ചോരുന്നു, എങ്ങനെയാണ് ഇതിലൊക്കെ ഈ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ കഴിയുക? അച്ഛൻ പറഞ്ഞു, മോനെ, നമുക്ക് നല്ലൊരു പുതിയ കാർ വാങ്ങണം. മോൻ ദൈവത്തോട് അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. അത് കേട്ട മകൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നനയാതിരിക്കാൻ നമ്മോട് സഹായം ചോദിച്ച വൃദ്ധനെ സഹായിക്കാത്ത നമുക്ക് ചോരാത്ത കാർ തന്ന് ദൈവം സഹായിക്കുമോ? മകൻ്റെ വാക്കുകൾ അയാളുടെ ചെവിയിലേക്ക് തുളഞ്ഞിറങ്ങി. നെഞ്ചിൽ ഒരു ആഘാതമായി ഉരുണ്ടുകൂടി. പിന്നീട് വീട്ടിലെത്തുന്നവരെ അച്ഛന് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ പലപ്പോഴേ സംഭവിക്കുന്നതാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നിത്യജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പേരെ സഹായിക്കുന്നവരാണ് പലരും. കൊട്ടും കുരവിയുമില്ലാതെ ക്യാമറ കണ്ണുകളുമില്ലാതെ സഹായാർത്ഥിക്ക് നേരെ മനസ്സ് തുറക്കാൻ ഈ കഥ പ്രചോദനമാകും. നന്മ മരങ്ങളായി പാറിപ്പറന്ന് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകളെയും സഹായിക്കാൻ നമുക്ക് സമയവും സാഹചര്യവും ഇല്ലെങ്കിലും നമ്മുടെ മുന്നിൽ സഹായത്തിനായി കൈനീട്ടുന്നവരെ സഹായിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അവരെ സഹായിക്കാൻ ഈ സന്ദർഭത്തിൽ മറ്റാരുമില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ കടമയാണ്. ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ടു കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും കുട്ടികൾ കൂടി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയാണിത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ, സൈനിങ് ഓഫ്.